ശ്രീ സന്ദീപ് വാര്യർ, സ്വാഗതം സി മലയാളം ന്യൂസിലേക്ക്. ഇപ്പോൾ നിലമ്പൂരിൽ ചിത്രം തെളിഞ്ഞിട്ടുണ്ട്, സ്ഥാനാർത്ഥികളൊക്കെ ആയിട്ടുണ്ട്, ചൂടുപിടിച്ച രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കുകയാണ്. എങ്ങനെയാണ് പ്രതീക്ഷകൾ? UDF ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അതിനും ഏറെ മുമ്പ് തന്നെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരും എന്ന് അറിഞ്ഞ ഘട്ടത്തിൽ മുതൽക്ക് തന്നെ മൈക്രോ ലെവൽ ബൂത്ത് മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാർട്ടിയും മുന്നണിയും ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി വളരെ കൃത്യമായ രീതിയിൽ അച്ചടക്കത്തോടു കൂടി ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ UDFന്റെ കൺവെൻഷൻ, ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്ത അത്യുജ്വലമായിട്ടുള്ള ആ കൺവെൻഷന്റെ വിജയം ഞങ്ങളുടെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നിലമ്പൂരിനെ അറിയുന്ന, നിലമ്പൂരിലെ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന, നേരത്തെ ഇവിടെ മന്ത്രിയും MLA യും ഒക്കെയായി ദീർഘകാലം ജനങ്ങൾക്ക് പ്രവർത്തിച്ചിട്ടുള്ള ശ്രീ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ കൂടിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് ഇവിടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ തീർച്ചയായിട്ടും അത്യുജ്വലമായിട്ടുള്ള വിജയം UDFന് അനുകൂലമായി നിലമ്പൂരിലെ ജനങ്ങൾ നൽകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. അതിനനുഗുണമായിട്ടുള്ള കണക്കുകളുമാണ് കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് 60,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം നൽകിയ നിലമ്പൂർ മണ്ഡലത്തിൽ ഇത്തവണ LDF പിളർന്ന് 2 സ്ഥാനാർത്ഥികളായി മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ അത്യുജ്വലമായിട്ടുള്ള വിജയം തന്നെ ആര്യാടൻ ഷൗക്കത്തിന് നേടാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഇതിലിപ്പോൾ ഈ PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. കോൺഗ്രസിലെ UDFിലേക്കുള്ള പ്രവേശനവും അതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലൊക്കെ ചർച്ച നടന്നതാണ്. PV അൻവർ ഒരു ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ ഒരു PV അൻവർ ഫാക്ടർ ഉണ്ടോ? നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് LDF UDF പോരാട്ടമാണ്, നേരിട്ടിട്ടുള്ള പോരാട്ടമാണ്. അതിൽ അപ്പുറം ഏതെങ്കിലും ഒരു പ്രസക്തി നിലമ്പൂരിൽ മറ്റേതെങ്കിലും ഘടകങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. സംസ്ഥാന സർക്കാരിന്റെ 9 വർഷത്തെ ഭരണപരാജയം നിലമ്പൂരിലെ ജനങ്ങൾക്കിടയിൽ, ജനതയ്ക്കിടയിൽ അത് വിചാരണ ചെയ്യപ്പെടുന്ന, അത് വിചാരണ ചെയ്യാൻ വേണ്ടി UDF ശ്രമിക്കുകയാണ്. UDFന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിനെതിരായി ഉള്ള ജനവികാരം, ആ ജനവികാരം UDFന് അനുകൂലമായി ഭവിക്കുമെന്നാണ് ഞങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അത് ഉയർത്തി തന്നെയാണ് UDFന്റെ പ്രചരണം മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, അൻവറിന് ലഭിക്കാൻ പോകുന്ന വോട്ടുകൾ ആർക്ക് ഗുണം ചെയ്യും, ദോഷം ചെയ്യുന്നുള്ള ഒരു കണക്കൂട്ടലുണ്ടോ? അത് കണക്കൂട്ടലിന്റെ ആവശ്യമേ ഇല്ലല്ലോ. അത് LDFനാണല്ലോ ദോഷം ചെയ്യുന്നത്. LDFന്റെ സ്ഥാനാർത്ഥിയും LDFന്റെ MLA ആയിരുന്നല്ലോ 2 തവണ അൻവർ. LDFൽ ഒരു പിളർപ്പ് സംഭവിച്ച് LDFൽ നിന്ന് പുറത്തു പോന്നിട്ടുള്ള അൻവർ സ്വാഭാവികമായിട്ടും LDF മൈനസ് ആയിരിക്കണമല്ലോ അൻവർ പിടിക്കുന്ന വോട്ടുകൾ. അപ്പൊ LDFന് വലിയ തോതിൽ ദോഷം ചെയ്യുമെന്ന് തന്നെയാണ് സാധാരണഗതിയിൽ രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യം. ശരി, വളരെ നന്ദി ശ്രീ സന്ദീപ് വാര്യർ പ്രതികരിച്ചതിന്. എന്തായാലും കൃത്യമായ കണക്കൂട്ടലോടുകൂടി തന്നെയാണ് UDF മുന്നോട്ട് പോകുന്നത്. കൺവെൻഷനുകളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്.